ഹലോ ഗൈസ്, നിങ്ങൾക്ക് ലെഫ്റ്റ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ റൂമിൽ ഇരുന്നിട്ട് നമ്മളാണെങ്കിൽ എക്സാക്ട്ലി നമ്മൾ അബുദാബി വരെ പോവാണ് ഗൈസ്. അലീറ്റനെ അലീറ്റ ഹായ് ഹായ്. ആരും കാണും കേട്ടാ, കാണുന്നില്ല കേട്ടാ. നാളെ മുതലേ സിനിമയിലെടുക്കും വിചാരിച്ചു ഇത് 4-3 ആളെ കാണും. നാളെ ഞാനും റീച്ച് ആകും. നിങ്ങൾ ആരും എന്റെ വീഡിയോ കാണാത്ത എന്താണ് ഗൈസ്? എല്ലാരും കയറി എന്റെ വീഡിയോ കാണും, എന്നിട്ട് ഇവന്മാർക്കിട്ടൊക്കെ പണി കൊടുക്കണം. സോ നമ്മള് അബുദാബി പോവാണ്. അബുദാബി പോകുമ്പോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. കാരണം വണ്ടി ഓടിക്കാൻ അറിയാതെ ഒരു മൊണ്ണയാണ് വണ്ടി ഓടിക്കുന്നത്. ആ കാണണമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കണ്ടോളൂ ഗൈസ്. ഗൈസ് 2 മണിക്കൂറായിട്ട് കരമേ കിടന്ന് കറങ്ങുവാണ് നമ്മൾ. ഈ പൊട്ടൻ വഴി തെറ്റിച്ചോണ്ടിരിക്കുന്നു. നീ അവനെ വിളിച്ചോ? ചോ എന്ന് പറയുമ്പോ ഹിന്ദിയിൽ എങ്ങനെയാ ചോദിക്കുക? എല്ലാ വീഡിയോയിലും ഫോൺ കിയാന്ന് വെച്ചാ യോ ചെയ്തോ. മറ്റേ വീഡിയോയിൽ നിന്നെ ട്രോൾ ചെയ്ത് പോരെ. അടേ നമ്മള് ഹിന്ദി നല്ല കിടിലം പോലെ സംസാരിക്കും. ഞാനിപ്പോ ഹിന്ദിക്കാര് വെച്ച ഫുൾ കളി. അർജുന ആരാ? നിങ്ങളെ അവര് വിളിച്ചോ? ചോ 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 എങ്ങനെ ഹിന്ദി ചോദിക്കും? എങ്ങനെ ഹിന്ദി ചോദിക്കൂ? അതാ ചോദിക്കുന്നത്. ഹിന്ദി മാസ്റ്റർ ബത്താവോ പറയാൻ എന്താ വേണ്ടത് പറയാൻ. നിങ്ങളെ അവര് വിളിച്ചോ? നിങ്ങളെ അവര് വിളിച്ചോ? ഇതിന് തീരുമാനം ഉണ്ടാവത്തില്ല. ഇത്രയും ചെറിയ ഹിന്ദിക്ക് വരെ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കേണ്ടി വരുന്നുണ്ട്. സംസാരിക്കുമ്പോ കിട്ടും അതല്ലേ, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കിട്ടുന്നില്ല. കരൺ ഭായ് കൈസയോ? ഗൈസ് നിങ്ങൾ കാണുന്നതാണ് ദുബായ്. ദുബായ് ഖാലിദിയ നിന്റെ അടുത്താ? അയ്യോ കാണുന്നില്ല. അർജുനെ രോഷിച്ചേ ഛർദിപ്പിക്കുമെന്ന. പക്ഷെ ഞാൻ അത്രക്കാരനല്ലാന്ന് റോഷനോട് ഞാൻ പച്ചക്ക് മുഖത്ത് നോക്കി പറഞ്ഞു ഗൈസ്. കാരണം 44 വയസ്സിലാകുമ്പോൾ ചെറിയൊരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. നിങ്ങൾക്ക് നമുക്കൊരു ബീച്ചിൽ പോവാം. ഏത് ബീച്ചിലാ? ഓക്കെ, ഏതാന്നറിയില്ല ഗൈസ്, നമുക്ക് പോയി നോക്കാം. നമ്മൾ അബുദാബി പോവാൻ വേണ്ടി ഇറങ്ങി. പുതിയ 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 ലൊക്കേഷനിലേക്ക് നമ്മൾ പോവാണ് ഗൈസ്. ഇത് പറയാനറിയാതെ മൊണ്ണയാണ് സാർ യൂട്യൂബ് ചാനലും കാര്യങ്ങളും തുടങ്ങുന്നത്. നീ ഉള്ളതുകൊണ്ടാണ് ഞാൻ മൊണ്ണയായി പോയത് അല്ലടാ, അല്ലെങ്കിൽ എന്റെ ചേട്ടൻ പറയട്ടെ. ഗൈസ് നമുക്ക് റോഷൻ വാഷ്റൂമിൽ പോയിട്ട് വന്നപ്പോ ചെലവ് ചെയ്തു. മുള്ളിയന്റെ ചെലവാണ് ഗൈസ്. ഇത് വലിയ രസ്റ്റോ. നമുക്ക് കൊറേ ദുബായ് കുനാഫ പിസ്താഷ്യോ ചോക്ലേറ്റ് മേടിച്ചു കൊണ്ട് തന്നിട്ടുണ്ട്. നമുക്കത് കഴിക്കാം. നിങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാ? എന്താണ് അവന് കൊടുക്കാത്ത? ഷുഗർ ഡാഡി മധുരമുള്ള അച്ഛൻ. പിന്നെ എപ്പോഴും വീഡിയോ എടുക്കുമ്പോ ഹായ് കാണിക്കുന്നത്. നിന്റെ മൂക്കിലൊക്കെ ചോക്ലേറ്റ്. കാണിച്ചേ അവളുടെ നോട്ടം കിട്ടിയിട്ടുണ്ടല്ലേ. അങ്ങനെ നമ്മൾ 140 റോഡിലേക്ക് കയറി. ഞാനല്ല വണ്ടി ഓടിക്കുന്നത്. ആ കാണുന്നതാണ് ഗ്രാൻഡ് മോസ്ക്. അങ്ങോട്ടേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളങ്ങനെ സേഫ് ആയിട്ട് ഗ്രാൻഡ് മോസ്കിൽ എത്തിയിരിക്കുകയാണ്. ഇറങ്ങൂ കുട്ടികളെ, ഓരോരുത്തരെ ഇറങ്ങൂ. ഇവിടെ കയറുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയണം. എന്താ പറയണ്ടേ? അയ്യോ വൈക പള്ളിയിൽ കയറുമ്പോ എന്താ പറയണ്ടേ? പള്ളിയില് നമസ്തേ. നമസ്തേ പൂജാരി എന്ന് കൂടെ പറയണം.
ഗൈസ് നമ്മൾ പള്ളിയിലെത്തി. ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് അബുദാബി. യെസ്, അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല, തട്ടമില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് നമ്മൾ പുറത്ത് നിൽക്കുവാണ്. സിദ്ധു കുറച്ചു തന്നെ പറഞ്ഞു തന്ന പോലെ ഞാൻ പറയാം. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, കണ്ടോ ആ ചേട്ടൻ നിൽക്കുന്ന ആ ഗേറ്റിൽ കൂടെയാണ് നമ്മൾ സാധാരണ കയറുന്നത്. ആ ഗേറ്റിൽ പ്രെയർ ടൈം ആയതുകൊണ്ട് കേറ്റൂല. അതുകൊണ്ട് നമ്മള് അല്ലാത്തത് കൊണ്ട് കേട്ടില്ല. അതുകൊണ്ട് നമ്മൾ അടി കൂടെ പോണം. പക്ഷെ നമ്മൾ പോകുന്നില്ല. പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാ ഇവിടത്തെ പ്ലാനും മൂഞ്ചി 3G ആയി നമ്മളിങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നമുക്ക് ഇങ്ങനെയാണ് തിരിക്കുന്നത്. ശരി ഗൈസ്, നമ്മുടെ അടുത്ത പ്ലാൻ എന്താന്ന് നോക്കട്ടെ. ഫോട്ടോ എടുക്കാൻ അറിയുന്ന ഒരു മഹാൻ എടുക്ക ഗൈസ്. അർജുൻ ഫോട്ടോ എടുത്തു തരാന്ന് പറഞ്ഞു. കാണിച്ച ഫോട്ടോ കാണിച്ചില്ല. കാണിക്കാട്ടാ, ഭയങ്കര ഫോട്ടോഗ്രാഫിയാണ്. ക്യാമറയിൽ വല്ല വരുമോന്നറിയാം. പത്രോയും പുത്രിയും ഫ്രണ്ടേ പോന്നെ അറിയാം. ഇവരുടെ മക്കളാ. ഇതിലേതാ അമ്മ ഏതാ മോള്? ദിനോസറിന്റെ മുട്ട പോലെ ഉണ്ട് ഗൈസ്. പിന്നെ ഇപ്പഴാ മുട്ട കാണുന്നത്. റോഷൻ ഇപ്പോഴാണ് കഴിപ്പിന്റെ മുട്ട കാണുന്നത്. ഈ മുട്ടയുടെ അകത്ത് വാഷ്റൂം ഉണ്ട് കഴിച്ചു. നമ്മൾ പോകുവാണ്. ഇതാണ് പള്ളീന്റെ ഉള്ളിലേക്ക് പോകാനുള്ള എൻട്രൻസ് എന്ന് തോന്നുന്നുണ്ട്. ക്യാമറ ഇവിടെയാണ്. ഇപ്പൊ പള്ളിയെല്ലാം കണ്ടു ബോധിച്ചു. ആൻഡ് നമ്മളിപ്പോ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ അതിനാണ് അബുദാബി വന്നത്. കാരണം ഞാൻ ടയേർഡ് ആയതുകൊണ്ട്, ഈ കൊച്ചിനെ കൊണ്ടാക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടും നമ്മൾ ദുബായിൽ നിന്നും മാറി നിന്നതാണ്. അങ്ങനെ എത്തി അബുദാബി എത്തി. ആ പരിപാടിയും കഴിഞ്ഞ് അത് മുഞ്ചി. ഇനി അടുത്ത പരിപാടിക്ക് പോവാണ്. നമുക്ക് 10 രൂപ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. 10 രൂപ കഞ്ഞി ഉണ്ടാക്കി തരും. കഞ്ഞിയൊന്നും ഇല്ലാട്ടാ. അതിന് സംസാരിക്കാനുള്ള ശേഷിയില്ല. എന്നിട്ട് കഞ്ഞി. അർജുൻ എന്താ സൈലന്റ് ആയേ? ഞാൻ കുറച്ച് ചിന്തിക്കുകയാണ്. അർജുൻ ഒരു പെൺകുട്ടി കൂടെ ഉള്ളതുകൊണ്ട് സ്റ്റാൻഡേർഡ് ആവാൻ ശ്രമിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. ഈ പള്ളിയിൽ വന്നിട്ട് പള്ളിയുടെ ഭംഗി ഞാൻ ഇപ്പഴാ കാണുന്നത്. ഇത്ര ഭംഗി ഉണ്ടായിരുന്നോ? കൊള്ളാലേ. പള്ളിയിൽ വന്നു, പക്ഷെ പള്ളിയിൽ കയറിയില്ല. കഫേരിയിൽ ഇപ്പഴാ പള്ളി കാണുന്നേ. ഇവിടുത്തെ മെക്ഡൊണാൾഡ്സിൽ ഐസ്ക്രീമും മറ്റേ ബണ്ണും സാൻഡ്വിച്ചും സൂപ്പർ, നല്ല ടേസ്റ്റ്. ബർഗറാണ്. കാരണം അവിടെ തന്നെ കഴിച്ചിട്ട് അവിടെ എങ്ങനെ കിടന്നുറങ്ങുന്നതായിരിക്കും നല്ലത്. ഇങ്ങോട്ട് വരാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇങ്ങനെ സ്വന്തമായി പറഞ്ഞ് സ്വന്തമായി ചിരിക്കുന്ന ഇതുപോലത്തെ മൊണ്ണേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഗൈസ്. ഞാനും മറ്റുള്ളവരെ ഊക്കി ജീവിക്കുന്ന അർജുന അതിലെന്തോ ആനന്ദം കണ്ടെത്തുന്ന സൈക്കോപാത്ത്. ഞാൻ പറയാൻ വേണ്ടി ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അത് 1 മുതൽ അവസാനം വരെ പറയണം, എന്നാലും നിങ്ങൾക്ക് കത്തും. പക്ഷെ എന്റെ അളിയനെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിലെല്ലാം മൂത്തളിയൻ സ്വന്തം മോള് തന്നെ കോയി അച്ചാന്ന് വിളിക്കുന്ന ആദ്യത്തെ പിതാവ്. കൊള്ളാം, നല്ല രസമുള്ള വണ്ടി. ദുബായിലെ പോലെയല്ല, ദുബായിലെ നല്ല കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് പോകുവാണ് ഗൈസ്. നമ്മളിന്നിപ്പോ ഐ തിങ്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്ന് തോന്നുന്നു. അവരൊക്കെ പോയി, ഞാനും കൂടെ പോട്ടെ ഗൈസ്. അപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി, ചില്ലടിക്കാൻ വേണ്ടി നമ്മൾ ദുബായിൽ നിന്ന് നിപ്പില്ല, അതായത് റൂമിലിടുന്ന ഡ്രസ്സ് വിട്ട് ചപ്പലും ഇട്ട് നമ്മൾ അബുദാബിയിലെത്തി. അബുദാബിയിൽ വന്നിട്ട് ഒരു ബീച്ചിൽ പോയി, വണ്ടി ബീച്ചിൽ ഇറക്കിയിട്ട് നിൽക്കാതെന്ന് പറഞ്ഞ് പോയിട്ട് അവിടെ പോയി മൂഞ്ചിപ്പോയി. അത് കഴിഞ്ഞിപ്പോൾ പള്ളിയിൽ വന്നപ്പോൾ പള്ളിയുടെ അകത്ത് കയറ്റൂല, വീണ്ടും മൂഞ്ചി. അത് കാരണം നമ്മൾ പോയിട്ട് ബർഗറും ഐസ്ക്രീമും എന്താണ്ടൊക്കെ കഴിച്ചോ. ഇനി തിരിച്ചു പോവുകയാണ് ഗൈസ്. നാളെ എല്ലാവർക്കും വർക്കുണ്ട്. ഇതാണ് ഇന്നത്തെ ദിവസം. കുറെ നാളായി വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട് ചുമ്മാ എടുത്തതാണ്. എന്തെങ്കിലും നമ്മൾ റീച്ച് ആകൂടെ അല്ലേ? അപ്പൊ പിന്നെ കാണാം. ബൈ.